കേരള സർവകലാശാല യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് യുവ SFI നേതാവിനെ ആൾമാറാട്ടത്തിലൂടെ എത്തിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ആസൂത്രണമോ? കോളേജ് വിദ്യാർത്ഥികൾ വോട്ട് നൽകി വിജയിപ്പിച്ച ഒരാൾക്ക് പകരം തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത മറ്റൊരാളുടെ പേര് നൽകുന്നത് പിടിക്കപ്പെടാൻ സാധ്യതയുള്ള അട്ടിമറി എന്നറിഞ്ഞിട്ടും എന്തിനത് ചെയ്തു? തെറ്റായ പേര് റിപ്പോർട്ട് ചെയ്ത പ്രിൻസിപ്പലിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? ആരാണ് പ്രിൻസിപ്പലിനെ സ്വാധീനിച്ചത്? സെനറ്റ് പദവി ലക്ഷ്യം വെച്ചോ സ്വാധീനത്തിന് വഴങ്ങിയത്? തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ? ചീഫ് എഡിറ്റേഴ്സ് കോളം പരിശോധിക്കുന്നു. ആൾമാറാട്ടത്തിന് പിന്നിൽ എന്ത് എന്നാണ് ഇന്ന് ചീഫ് എഡിറ്റേഴ്സ് കോളം വിശകലനം ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ചും വലിയൊരു അട്ടിമറി നടക്കാൻ ആയിരുന്നൊരു സംഭവം ജനത്തിന് മുന്നിൽ എത്തിക്കുകയും അത് ജനം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്നലെ. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, വളരെ എക്സ്ക്ലൂസീവ് ഒരു വാർത്ത സുജിത് നായർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ മനോരമയിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ തീർച്ചയായും ആ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രശംസിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒരു മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും അഭിമാനം നൽകുന്ന ഒരു വാർത്തയാണ്. ഒരുപക്ഷെ ഇത് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തായിരുന്നു? ഒരാൾക്ക് പകരം മറ്റൊരാൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി വരുന്നു. അതെങ്ങനെ ചെയർമാനായി വന്നാൽ തന്നെ ഇദ്ദേഹത്തിന്റെ ബയോഡേറ്റ അടക്കം പരിശോധിക്കപ്പെടുമെന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ലേ എന്നുള്ളതാണ് ഇവിടെ തുടക്കത്തിൽ എനിക്കൊന്ന് പറഞ്ഞു പോകാനുള്ളത്. അപ്പോൾ ഇതൊക്കെ അറിയാമായിരുന്നിട്ടാണോ ഇത്തരം ഒരു ഗൂഢാലോചനയും ഇത്തരം ഒരു ചിന്തയും ഇത്തരം ആൾമാറാട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ നടന്ന് ഒരു റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് പോകുന്നത്? മത്സരിക്കുന്ന ആൾ ഒരു പെൺകുട്ടി, ജയിക്കുന്നതൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് വെട്ടുമാറ്റുന്നു, അവിടെ പുതിയ പേര് വയ്ക്കുന്നു. എന്താ ഇത്? വെള്ളരിക്ക പഠനമാണോ? എന്താ ചെയ്യുന്നത് ഇവിടെ നടക്കുന്നത്? ഇത് സത്യത്തില് ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ SFI എന്ന് പറയുന്ന സ്റ്റുഡൻസിന്റെ മൂവ്മെന്റ് വളരെ കാലത്തിന് മുമ്പ് തന്നെ വളരെ ശക്തമായ ഒരുപാട് സമീപനങ്ങളിലൂടെ, ഒരുപാട് പോരാട്ടങ്ങളിലൂടെ, ഒരുപാട് സമരപാരമ്പര്യമുള്ള കേരളത്തിലെ പല വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പല വിഷയത്തിലും കാര്യക്ഷമമായി ഇടപെടുകയും അതിനൊക്കെ പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നേറിക്കൊണ്ടുവരുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് SFIയുടെ ഒരു പ്രാധാന്യം നിൽക്കുന്നത്. പക്ഷേ പലതിനേക്കും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറി നിൽക്കുന്നതിലെ ഒരു അപജയം ആയി നമുക്കിതിനെ കണക്കാക്കേണ്ടി വരും. SFIയുടെ അപജയമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. കാര്യം നമ്മൾ അറിയാം, പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി, അതിപ്പോൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന നിയമനങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നടന്നുള്ള അഴിമതികളെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എത്തി നിൽക്കുന്ന AI ക്യാമറയിലേക്ക് എത്തി നിൽക്കുന്ന തരത്തിലുള്ള വിവാദങ്ങളാണ് ഓരോ ദിവസവും ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷി ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇതിനെയൊക്കെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇതിനെ കവറപ്പ് ചെയ്തെല്ലാം ഒന്ന് സെറ്റാക്കുന്നതിന് വേണ്ടിയിട്ട് പല പദ്ധതികളും ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. പലതും നടപ്പാകാതെ പാതവഴിയിൽ ഉപേക്ഷിക്കുന്നു. അപ്പം ഈ രീതിയിലെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുൻ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ SFIയിൽ നിന്ന് ഇത് മാത്രമേ ഇനിയുള്ള കാലം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ എന്നുള്ള ഒരു സൂചനയാണ് സത്യത്തിൽ ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, അവിടുത്തെ കോളേജിലെ പ്രിൻസിപ്പാൾ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തിലെ വിചിത്രമായ ഒരു കാര്യം. അല്ല, ശ്രദ്ധിച്ചിരുന്നില്ല എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം കൂടി അറിഞ്ഞിട്ടുള്ള ഒരു ഗൂഢാലോചനയാണെന്നാണ് കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്ന തരത്തിലാണ്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു കാര്യമുണ്ട്. സെനറ്റിലേക്ക് മത്സരിക്കാനിരിക്കുന്ന ഒരു മഹാവ്യക്തിയാണ്. അദ്ദേഹത്തിന് പ്രിൻസിപ്പൽ എന്ന് പോലും പറയാൻ കഴിയില്ല, കാരണം പ്രിൻസിപ്പലിന്റെ ചുമതലയാണ്. കേരളത്തിലെ ഈ പട്ടിക പരിശോധിച്ചാൽ ഏകദേശം 64ഓളം പേർ ഈ ചുമതല വഹിക്കുന്നവരാണ്. ഈ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ വരുന്നത്. അങ്ങനെ ആകെ മൊത്തം ഡെപ്യൂട്ടേഷനും ആകെ മൊത്തം യൂണിവേഴ്സിറ്റി അതിങ്ങനെ പോകുന്നൊരു കേരള യൂണിവേഴ്സിറ്റി. അതെ, നമുക്ക് നേരത്തെ പോലെ അറിയാവുന്ന കാര്യമാണല്ലോ സാറേ. ഇവിടെ നടക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആണെങ്കിലും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, കണ്ണൂരാണെന്നുണ്ടെങ്കിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ ഇടപെടൽ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഗവർണർ ഉന്നയിച്ച വിവാദങ്ങളെ കുറിച്ച് അറിയാം. VC നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ അറിയാം. പിന്നെ KK രാഗേഷിന്റെ ഭാര്യയ്ക്ക് നിയമനം കൊടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ നമുക്കറിയാം. സിസ തോമസിനെ നിയമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങൾ അറിയാം. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ നടക്കുന്ന കെടുകാര്യസ്ഥതയുടെ അല്ലെ അഴിമതിയുടെ ഒരു യൂണിവേഴ്സിറ്റിയായി മാറിക്കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെല്ലാം ഒരു അതിനുവേണ്ടി മാത്രമുള്ളതാണ്. പലർക്കും അതിൽ നിന്ന് എന്താണ് നേട്ടം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു 2000 കാലഘട്ടത്തിൽ ഇതിനു മുമ്പ് എപ്പോഴോ അവിടെ സെക്രട്ടേറിയറ്റ് പിന്നെ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻസ് പോസ്റ്റിംഗ് നടന്നിരുന്നു.
ഈ പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ തോതിൽ അഴിമതി നടന്നു. അതിന് രാഷ്ട്രീയക്കാരെ പലർക്കും അതിലൂടെ ജോലി വരെ പിന്നീട് കാര്യം ഇടതുപക്ഷത്തിന്റെ ഭരണകാലഘട്ടത്തിൽ കുറെ പേരെ അവിടെ നിയമിക്കുകയാണ്. കുറെ അധികം ആൾക്കാരെ അവിടെ നിയമിക്കുകയും പിന്നീട് ഇത് നിയമനങ്ങളെല്ലാം നിയമനം വിവാദമായി മാറുകയായിരുന്നു. ആ സമയത്ത് നിയമന വിവാദം തന്നെ ആ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഈ രീതിയിലുള്ള സംഭവങ്ങൾ, അഴിമതിയുടെ കൂത്തരങ്ങ്, അനധികൃതമായ നിയമനങ്ങൾ, ഇതെല്ലാം യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചാണ്. ഇപ്പം സർവകലാശാല അംഗീകരിച്ച UGC ചട്ടം അനുസരിച്ചുള്ള ആൾക്കാരെ പോലും VC നിയമനം ഇവിടെ നടക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് പ്രൊഫസറുടെ നിയമനത്തിൽ ഇതിലൊന്നും യാതൊരു മാനദണ്ഡവും പാലിക്കുന്നില്ല. ഇതിനൊന്നും യോഗ്യത അല്ലാത്തവരില്ലാഞ്ഞിട്ടല്ലല്ലോ ശ്രീനാഥ്. അതെ, ഇവിടെ എല്ലാം ഇങ്ങനെ ഈ താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നതിന് പിന്നിൽ ഒരുപക്ഷെ അങ്ങനെ നിയമിച്ചാൽ തങ്ങളുടെ സംഘടനയിൽ പെടാത്ത ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളോട് രാഷ്ട്രീയ ആനുകൂല്യം അല്ലെങ്കിൽ ഞങ്ങളുടെ ചിന്തയ്ക്ക് എളുപ്പം വരാത്തൊരാളാകാൻ വരുന്നത് എന്നുകൊണ്ടും കൂടെ ആയിക്കഴിയും. അത് തന്നെ കഴിഞ്ഞ ഗവർണർ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഒരു ഗുണ്ടാ വിളയാട്ടത്തിന്റെ അദ്ദേഹത്തിനെ അവിടെ ചെന്നപ്പോൾ പ്രിൻസിപ്പൽ ഗുണ്ടയായി VC ഗുണ്ടയായിട്ട് മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിമർശനമൊക്കെ ഗവർണർ ഉന്നയിക്കുകയും ചെയ്തു. ഇതൊക്കെ സത്യത്തിൽ നടക്കുന്നതാണ്. അവിടെ ഒരു വിഭാഗം ആൾക്കാർ ഗവർണറെ വളയുന്നു, ഗവർണറെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് പരാമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗവർണർ ഉയർത്തിയ ആ ആരോപണങ്ങളും നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള അഴിമതികളുടെയും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം അതെ കൂത്തരങ്ങ് എന്ന് തന്നെ പറയാം. കൂത്തരങ്ങായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ മാറുന്നു എന്നുള്ളത് സത്യമുള്ള കാര്യമാണ്. അപ്പൊ അതിലേക്ക് ഇതും കൂടി വരുന്നു. അപ്പൊ ഒന്നാലോചിക്കുക, നിയമന വിവാദം നിൽക്കുന്നു, ഈ പറഞ്ഞ അയോഗ്യരാക്കപ്പെട്ടവരെ അവിടെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും അടുത്ത ഒന്നുകൂടി ഇവിടെ സംഭവിച്ചിരിക്കുന്നു. UEC ആയിട്ട് മത്സരിച്ച ഒരു കുട്ടീനെ ഒഴിവാക്കിയിട്ട് പകരം ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടിരിക്കുന്ന ഒരാളും അതുപോലെ അവിടുത്തെ പിന്നെ SFIയുടെ ഏരിയ കമ്മിറ്റി അംഗത്തിനെയും കുത്തിത്തിരികി ഇങ്ങനെ ഒരു ലിസ്റ്റ് അവിടെ സമർപ്പിക്കുന്നു. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പലർക്കും ഈ പിന്നെ പെൻഷനുള്ള അർഹതയ്ക്ക് പോലും 100-ലധികം തവണ അതിനെക്കുറിച്ച് എൻക്വയറി നടത്തി. എന്നിട്ട് അതിനകത്ത് എന്തെല്ലാം യോഗ്യതാ മാനദണ്ഡങ്ങളുണ്ടോ ഇതെല്ലാം പാലിച്ചുകൊണ്ട് വേണം ഒരാൾക്കൊരു പെൻഷൻ അനുവദിക്കാൻ. അല്ലെ നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമുണ്ടല്ലോ സാർ, ഇവിടെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും നാണംകെട്ട ഒരു സമരം നടന്നത്, നാണംകെട്ട സമരം എന്ന് പറഞ്ഞാൽ സമരക്കാരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സർക്കാരിനെയാണ് വിമർശിക്കുന്നത്. ഇത് നാണംകെട്ട സമരം നടന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. ഒരു CPO ലിസ്റ്റിൽ വന്നവർക്കും പ്രൈമറി സ്കൂൾ അസിസ്റ്റന്റിന്റെ ലിസ്റ്റിൽ വന്നവർക്കും ഒന്നും നിയമനം ലഭിക്കുന്നില്ല. അവരെല്ലാവരും കൂടി ഇവിടേക്ക് വരുന്നു, ലിസ്റ്റ് ക്യാൻസൽ ആകാൻ പോകുന്നു. ആ കോവിഡിന്റെ കാലഘട്ടത്തിന്റെ അവസാനമാണ്. ഇവിടെ അവർക്കെല്ലാം നിയമനങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടാൻ പോകുന്നു. പലരും ലാസ്റ്റ് ചാൻസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവരെല്ലാം കൂടി അവിടെ വന്നിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയാമല്ലോ. അവരൊക്കെ ജീവിതത്തിന് വേണ്ടിയിട്ട് കിടന്ന് സമരം ചെയ്യുകയാണ്. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ അവിടെ സമരം ചെയ്യുമ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അനധികൃതമായി തങ്ങളുടെ ഇഷ്ടക്കാരെ പാർട്ടിക്കാരെ എല്ലാം ഇങ്ങനെ തിരികെ കയറ്റുന്ന ഈ PSC ഉദ്യോഗാർത്ഥിനികളുടെ, കാരണം നമ്മളന്ന് കണ്ടതാണ് അവരുടെ വേദനയും കാരണവും നിരന്തരം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വളരെയധികം വിഷമം ഉണ്ടാക്കിയ ഒരു വാർത്ത കൂടിയായിരുന്നു വന്നത്. പക്ഷെ ആ ഒരു സാഹചര്യം കൂടി പരിക്കും മറ്റൊരു വിഷയത്തിലേക്ക് എനിക്കൊന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇതിന് തൊട്ട് മുമ്പാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ PSC പരീക്ഷ തട്ടിപ്പ് നടത്തിയത് മറ്റൊരാൾ. അത് ഇതുമായിരുന്നു. അത്തരം സംഭവങ്ങൾ നടക്കുന്നിടത്ത് ഇത് വലിയ കാര്യമൊന്നും അല്ലെന്നാണ് എനിക്ക് സത്യം. PSC പരീക്ഷ തട്ടിപ്പ് നടന്നൊരു സംസ്ഥാനമാണ്. അല്ല സാർ, വേറൊരു കാര്യം, PSC പരീക്ഷയാണ് തിരുവനന്തപുരം. അതെ, PSC പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ PSC പരീക്ഷകൾ ഈ പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ചിന്തിക്കണം. ഇപ്പൊ PSC പരീക്ഷയ്ക്ക് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി പരീക്ഷാ ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെ അഭിമുഖീകരിക്കേണ്ടതെന്ന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇവരുടെ ഹാൾ ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കുറെ ഇൻസ്ട്രക്ഷൻസ്. ഇത് വായിച്ചു നോക്കിയാൽ ഇതിനെക്കാട്ടി ഭേദം ജയിലിലേക്ക് പോകുന്നതായിരുന്നാണ് തോന്നുന്നത്. കാര്യം അത്രത്തോളം ജയിലിൽ പോകാൻ ഇത്രയും ക്രൈറ്റീരിയ നമുക്ക് കടക്കണ്ട. അവർ പറയുന്നത് പിന്നെ അനലോഗ് വാച്ച് പോലും ഉപയോഗിക്കാൻ പാടില്ല, ഒരു കുപ്പി വെള്ളം പോലും കൂടെ കൊണ്ടുപോകാൻ പാടില്ല, എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കണം. ഈ രീതിയിൽ ഇൻസ്ട്രക്ഷൻസ്. ഒരു ഭീകരവാദികളെ ചെക്ക് ചെയ്ത് അകത്ത് കയറ്റി വിടുന്ന പോലെയാണ് ഓരോരുത്തരെയായിട്ട് ഈ രണ്ട് സാധനങ്ങളെ 3 സാധനങ്ങൾ, ഹാൾ ടിക്കറ്റ്, ID കാർഡ്, ഒരു പേന, ഇതല്ലാതെ വേറെ ഒരു സാധനം പരീക്ഷ ഹാളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇത്രയേറെ കർശനമായി നടത്തുന്ന പരീക്ഷകൾ, ഇത്രയേറെ കർശനമായി പരീക്ഷ നടത്തി അതിൽ നിന്ന് ലിസ്റ്റിൽ വരുന്ന പഠിച്ച് പലരും രാത്രി പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് പരീക്ഷ വരുന്നത്. ഒരു മിനിറ്റ് വൈകിയതിന് ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ജഗതി, നമ്മുടെ തിരുവനന്തപുരത്ത് ജഗതിയിൽ സംഭവിച്ച കാര്യമാണ്. ഒരു സൂക്ഷ്മതയോടെ പരീക്ഷകൾക്കുള്ളിലാണ് ഇത്തരം തിരിമറികൾ നടക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്ന ഉൾപ്പെടെയുള്ള തിരിമറി നടക്കുന്ന ഒരു ജില്ലയിലെ ഈ ഒരു യൂണിയൻ ഭാരവാഹിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അത്
ഈ സംഭവം എന്ന് പറഞ്ഞാൽ അതെല്ലാം നടക്കുമെന്ന് നമ്മുടെ ജില്ലയിൽ നടക്കുമെന്നുള്ളതിന്റെ അത് തെളിവ് തന്നെയാണ് ഇതെല്ലാം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് സാർ, ഇദ്ദേഹത്തിനെതിരെ ഇപ്പൊ ഈ ഷൈജു എന്ന് പറയുന്ന പ്രിൻസിപ്പാളിനെതിരെ മറ്റൊരു ആരോപണം ഉയർന്നു വന്നതിന്റെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതായത് ഇദ്ദേഹത്തിന് ഒരു PTA ഫണ്ടിൽ നിന്നും വേണമെങ്കിൽ 2021-22 കാലഘട്ടത്തിൽ എപ്പോഴോ ഈ 52 ലക്ഷം രൂപയുടെ ഒരു തിരിമറി ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്, ഈ ഷൈജു എന്ന് പറയുന്ന പ്രിൻസിപ്പൽ. അപ്പൊ അതിനെതിരെ അവിടുത്തെ ബോട്ടണി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഒരാൾ ഇതിനെതിരെ പരാതി കൊടുത്തിരുന്നു. അത് ഏകദേശം അന്വേഷണത്തിന്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ മരവിപ്പിക്കാൻ ഒരു പക്ഷേ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവണം. അതിന്റെ പ്രതിഫലം എന്നോണം. അപ്പൊ ഈ പറയുന്ന വിശാഖ് എന്ന് പറയുന്ന ആ പയ്യനിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടേണ്ടി വരും. അയാൾ ലോക്കൽ കമ്മിറ്റി അംഗമാണ്, SFIയുടെ ഏരിയ സെക്രട്ടറിയാണ്. അപ്പം അയാൾക്ക് ഒരു ജില്ലയിൽ കിട്ടുന്ന ആ ഒരു പാർട്ടിയിൽ കിട്ടുന്ന തിരുവനന്തപുരം പോലുള്ള ജില്ലയിൽ ഭരണ കക്ഷികളുടെ വിഹാര കേന്ദ്രമായ AKG സെന്ററും MN സ്മാരകവും എല്ലാം നിലനിൽക്കുന്ന ഈ നമ്മുടെ തലസ്ഥാന ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം, ഈ വിശാഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലെ പയ്യൻ, ഒരു കുട്ടി, യുവനേതാവ്. ഈ യുവനേതാവിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരുപക്ഷെ അത് മരവിപ്പിച്ചിട്ടുണ്ടാകാം. ആ സ്വാധീനം ഇതിനകത്ത് ഉണ്ടാകാം. സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ സെന്റിലേക്ക് മത്സരിക്കാൻ പോകുന്നതിന്റെ ഒരു അന്തർധാര അവിടെയുണ്ട്. അദ്ദേഹം കോൺഗ്രസിന്റെ അനുകൂല സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലാണല്ലോ വിലയിരുത്തുന്നത്. അല്ല, അവിടെ ഈ CPM കോൺഗ്രസ് എന്നുള്ള ആ തർക്കം, കാരണം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ അധ്യാപകനെ തള്ളി പറഞ്ഞിട്ടുണ്ട്, നടപടി എടുക്കുന്നുണ്ട്. ആ പ്രിൻസിപ്പൽ ചുമതല വഹിക്കുന്ന ആ വ്യക്തിയെ സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, സഭയുടെ വിശാഖിനെയും മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ലല്ലോ കാരണം. ഇങ്ങനൊരു സംഭവം നടന്നാൽ അതിന് പിന്നിൽ എന്താണ് നടന്നതെന്നുള്ള അന്വേഷിക്കാനുള്ള നിയമപരമായ വഴിയിലേക്ക് ഒന്ന് പോകേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇത് ഒരു വഞ്ചനയല്ലേ, ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, വ്യാജരേഖ ചമയ്ക്കുക. നമുക്ക് നേരത്തെ തന്നെ നമുക്കറിയാവുന്ന വ്യാജരേഖ ചമച്ചുണ്ടായ കേസുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ വ്യാജരേഖ ചമയ്ക്കലാണിത് സത്യത്തിൽ. കാര്യം ഒരു കുട്ടിയെ ആ കുട്ടിയുടെ അവകാശം, അനഘ എന്ന് പറയുന്ന ആ കുട്ടിയുടെ അവകാശത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാളെ അവിടെ റീപ്ലേസ് ചെയ്യുക ചെയ്തേ, മറ്റൊരാളെ അവിടെ പറഞ്ഞിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു സംഘടനയും ഒരു രാഷ്ട്രീയ പാർട്ടിയുമാണ് ആ കുട്ടിയെ അവിടെ നിന്ന് അനഘ എന്ന് പറയുന്ന കുട്ടിയെ തലവെട്ടി മാറ്റി ആ കുട്ടിയെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ആളെ തിരികെ കയറ്റാൻ ശ്രമിച്ചു. അപ്പൊ എന്ത് ജനാധിപത്യമാണ്? ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്ന ആ മുദ്രാവാക്യം ഉയർത്തിപ്പോകുന്ന ആ സംഘടനയ്ക്ക് എന്ത് ജനാധിപത്യം? സത്യം സാറേ, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ജനാധിപത്യത്തിന് ഒരു വിലയില്ല. കാര്യം ആ കുട്ടി ആ കോളേജിൽ നിന്ന്, ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് മത്സരിച്ചു, ജയിച്ച അത്രയും ആൾക്കാരെ, അല്ലെങ്കിൽ ആ ജയിപ്പിച്ചു വിട്ട അത്രയും കുട്ടികളെ വഞ്ചിക്കുന്ന നടപടിയാണ്. ഒരു കോളേജിലായിരുന്നാലും ഒരു സ്കൂളിലാണെങ്കിലും ഇത്തരത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ തികച്ചും ജനാധിപത്യപരമാണ്. അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള ഇത് സ്വാധീനം വരുന്നുണ്ടെങ്കിൽ പോലും ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ആ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടേക്ക് ജനാധിപത്യത്തെ കശക്കി എറിഞ്ഞുകൊണ്ട്, ജനാധിപത്യം വലിച്ചു കീറി കളഞ്ഞുകൊണ്ട് മത്സരിക്കാത്ത ഒരാളെ എവിടെ നിന്നോ കൊണ്ടുവന്ന് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തിരികെ കയറ്റുക. ഇതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ ജനാധിപത്യം ഇല്ല. പിന്നെ ഒരു പെൺകുട്ടിയെ പുറത്താക്കുന്നു. ഇവിടെ ഘോരം പ്രസംഗിക്കുകയാണ്. ഇവിടെ ഘോരം പ്രസംഗിച്ചു, കൊല്ലത്ത് കൊണ്ടുപോയി ആർത്തവ സമരം നടത്തി, ചുംബന സമരത്തിന് നേതൃത്വം കൊടുത്തു. ഇവിടെ ഞങ്ങളുടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇതെല്ലാം ഈ സമരങ്ങളും എല്ലാം നടത്തിക്കൊണ്ട പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഒരു വക്താവാണ് ഈ കാട്ടിക്കൂട്ടിയെന്ന് ആലോചിച്ച് നോക്കണം. മത്സരിക്കാത്ത ആളെ കൗൺസിലറാക്കിയ അത് തന്നെ കാഴ്ച കണ്ട നാടാണ് നമ്മുടെ കേരളം. അതെ. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് ശ്രീനാഥ്. ഈ കാര്യം പരിശോധിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി എടുത്ത നിലപാടും വളരെ വിമർശന വിധേയമാണ്. പ്രത്യേകിച്ചും രജിസ്ട്രാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട്. കാരണം ഇത്തരം കാര്യങ്ങളുണ്ടായാൽ തീർച്ചയായും അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ട എന്നുള്ളതാണ്. ഈ മത്സരിക്കുന്നവരെ അല്ലെങ്കിൽ ഈ കൊടുത്ത ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിക്കാൻ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അത് വളരെ മനഃപൂർവ്വം മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. സാർ തന്നെയാണ് സാർ. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം SFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന, വളരെയധികം സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടിയാണ്. നമുക്കറിയാം, ഇപ്പം കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇവിടെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ SFIക്കാരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്കകത്ത് കയറാൻ പറ്റില്ല. അപ്പൊ SFI അത്രത്തോളം ശക്തമായ നിലയുറപ്പിച്ചിരിക്കുന്ന ഏരിയകളാണ്. ഒന്ന് നമ്മുടെ പാളയത്തുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസും അതോടൊപ്പം പിന്നെ കഴക്കൂട്ടത്തുള്ള കാര്യവട്ടം ക്യാമ്പസും. ഈ രണ്ട് ക്യാമ്പസുകളിലും SFI എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയല്ലേ സാറേ ചങ്ങമ്പുഴയുടെ വാഴക്കുല പിന്നെ വൈലോപ്പള്ളിക്ക് കൊടുത്തിട്ടും എന്താ
നമ്മുടെ ചിന്താ ജെറോമിന് ഡോക്ടറേറ്റ് കിട്ടിയില്ലേ? ഇവിടെ ഓരോ കുട്ടികൾ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി എന്തൊക്കെ കടമ്പകളാണ് നടക്കുന്നത്. ഏകദേശം 5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഗവേഷണം. ഇവർക്ക് ഫെലോഷിപ്പ് കിട്ടുക, അത് വേറൊരു കാര്യം. ഈ ഗവേഷണത്തിൽ അവർ പഠിക്കുന്നു, അവർ റിസർച്ച് ചെയ്ത് ഇതെല്ലാം പ്രബന്ധമൊക്കെ തയ്യാറാക്കി അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു നാടകമല്ല, അത് വളരെ കൃത്യമായിട്ട് നടക്കുന്നു. ഓപ്പൺ ഡിഫൻസ് നടക്കുന്നു. ആ ഓപ്പൺ ഡിഫൻസ് നടന്നിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അവരുടെ മനോവീര്യം മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനിങ് ആണ് നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് ഒന്ന് ഡോക്ടറേറ്റ് കിട്ടാൻ. ഇതൊന്നും വേണ്ട, ഒരു വെരിഫിക്കേഷൻ നടക്കാതെ ഈ ചങ്ങമ്പുഴയുടെ വാഴക്കുല വൈലോപ്പിള്ളിയുടേതാണെന്ന് എഴുതി വെച്ചിട്ട് പോലും ആ ഒരു എന്താ പറയാ, മലയാളത്തിൽ ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ല, മലയാളിയായ ഒരാൾക്ക് സംഭവിക്കാൻ പാടില്ല ഏറ്റവും വലിയ തട്ടിപ്പിൽ എങ്ങനെ റിസർച്ച് ചെയ്യാന്നുള്ളതിന്റെ റിസർച്ച് കൊടുക്കേണ്ട ഈ ഫെലോഷിപ്പ് കൊടുക്കേണ്ടവരാണെന്ന് തോന്നുന്നു സഭയിലുള്ള നല്ലൊരു. അല്ല, എന്നിട്ട് ഈ ചിന്താ ജെറോം കൃത്യമായിട്ട് പറയുകയും ചെയ്തു, അത് കോപ്പി എടുത്ത് വെച്ച സമയത്തുണ്ടായ തെറ്റുകളാണ് ഇതെല്ലാം. വളരെ ന്യായീകരിച്ചു, വളരെ കാര്യമേ ന്യായി. അപ്പൊ ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാലും ആർക്കും ഇവിടെ ഡോക്ടറേറ്റ് കൊടുക്കണമല്ലോ. ഒരു SFI നേതാവ്, അതുപോലെ യുവജന കമ്മീഷൻ അധ്യക്ഷ, ഇങ്ങനെ കുറെ തുടങ്ങിയ പദവികൾ വഹിക്കുന്ന ഒരാൾക്കാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ല, അതേ നേരത്തെ പറഞ്ഞു, ഈ തട്ടിപ്പ് എങ്ങനെ നടത്തണമെന്ന് ഇവരോട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസർച്ച് നടക്കുന്ന സമയത്താണ് ഈ ഒരു തട്ടിപ്പിന്റെ പുതിയൊരു തട്ടിപ്പ് SFIയുടെ ഭാഗത്തുണ്ട്. എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ വിശകലനങ്ങൾക്ക് വരാം. ഒരു ചെറിയ ഇടവേള എടുക്കാം. സംസ്കാരശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തട്ടിപ്പിന്റെ പിന്നിൽ എന്ത് എന്നുള്ളൊരു ചർച്ചയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ വെബ്സൈറ്റിൽ വന്നില്ല, അതുപോലെ തന്നെ ഇതിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഇത്തരത്തിൽ ഇത്തരം അട്ടിമറികൾ അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ ഏത് തരത്തിൽ നടത്തണമെന്നുള്ള ഗൂഢാലോചന കഴിഞ്ഞ് കുറേ നാളായി നടക്കുന്നുണ്ടാവുമല്ലോ. ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. അപ്പോൾ ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം കൂടി എൻ്റെ ചിന്തയിൽ വരുന്നത്, അതായത് തിരുവനന്തപുരം ജില്ലയിലെ CPM-ലെ വിഭാഗീയത ഇതിനൊരു പ്രധാന ഘടകമാണോ എന്നുള്ളൊരു ചർച്ച പല ഭാഗത്തുനിന്നും തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആനാവൂർ നാഗപ്പൻ മാറി, IB സതീഷ് വേറൊരു MLA മറ്റൊരു തട്ടിൽ നിൽക്കുന്നു, കടകംപള്ളി മറ്റൊരു തട്ടിൽ നിൽക്കുന്നു, അങ്ങനെയൊക്കെ പല തട്ടുകൾ ഉണ്ടെന്നാണ് പല സംസാരം. അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത്. നമ്മൾ അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതെല്ലാം ഒരു പക്ഷേ ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് തന്നെ CPM-ലെ ഒരു വിഭാഗമാണ്. അതെ, ആ കാര്യം ഉറപ്പല്ലേ? കാരണം ഇത് മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ വാർത്തയായ ഒരു മാധ്യമ പ്രവർത്തനം ഇത് കൃത്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ കണക്കുകളും സൂചനകളും എല്ലാം അടക്കമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൃത്യമായി വന്ന വഴി എവിടെ നിന്നാണെന്ന് എങ്ങനെ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടിയതെന്നും ഈ വലിയൊരു തട്ടിപ്പ് നടക്കാതെ പോകാതെ ഇടയാക്കിയതും അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. മിക്കവാറും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. എൻ്റെയും ഒരു നിരീക്ഷണം നോക്കുമ്പോൾ അത് തന്നെയാണ് കാര്യം. നമ്മുടെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വിഭാഗീയത ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം കഴിഞ്ഞ മേയറുടെ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ടും ഈ കത്ത് പുറത്തു വന്നത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അതെ, ജഗതിയുടെ ഒരു സീനാണ് എനിക്ക് ഓർമ്മ. കത്ത് കമ്പിൽ കുത്തി ആരാണ് ഇതിലേക്ക് ഇട്ടത് ഇതുവരെ അവർക്ക് അറിയില്ല. ഇതുവരെ പാർട്ടി അന്വേഷണം നടത്തി, അത് കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നു. ഇതിവിടെ ഒന്നും നമ്മൾ നോക്കിയാൽ കാണാവുന്ന കാര്യം ഈ കത്തിന്റെ ഉറവിടം ഇതുവരെയായിട്ട് നമ്മളിപ്പോൾ കത്തിന്റെ വിവാദം കഴിഞ്ഞു, മാധ്യമങ്ങൾ നമ്മളിപ്പോൾ ഉള്ളവരെല്ലായിടത്തും മാറ്റി പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു. എന്നിട്ടും ഈ കത്ത് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ഈ കൃത്യമായ ഒരു കത്ത് ഒപ്പിട്ട് കൊണ്ടുവന്നത്, ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് ഉൾപാർട്ടി പോര് എത്രത്തോളം ഉണ്ട്. ഇവിടെ ആനാവൂർ നാഗപ്പന്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വേറെ ഏതോ ഒരു വഴിക്ക് ഈ കത്ത് വന്നതാണ്. ഈ കത്തിന്റെ ഒറിജിൻ വേറൊരു വഴിക്കാണ്. ഈ മാധ്യമങ്ങൾക്ക് കിട്ടിയതിന്റെ പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. അപ്പൊ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ല പാർട്ടി വിഭാഗീയതയുടെ ഒരു ഉത്തമ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ഈ കേരളത്തിൽ ഉണ്ടാകുന്ന CPM-ൽ ഉണ്ടാകുന്ന വിഭാഗീയത വളരെ ഡേഞ്ചറസ് ആണ്. വളരെയധികം അപകടകരമായ വിധത്തിലാണ് അതിന്റെ കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലത്ത് VS-ഉം പിണറായിയും എന്ന് പറയുന്ന രണ്ട്
ഗ്രൂപ്പുകൾ കേരളത്തിൽ വളരെ സജീവമായിരുന്നു, ശക്തവുമായിരുന്നു. അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ലാവ്ലിൻ പോലുള്ള കേസുകൾക്ക് എതിരെ ആ കേസുകൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ട് ആ സമയത്തും ശ്രീനാഥ് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ മാന്യമായിരുന്നു. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വാഗ്വാദങ്ങളും ചേരിപ്പോരും ഒക്കെ കുറച്ചുകൂടെ മാന്യമായി. പക്ഷെ ഇതുപോലുള്ള ഇത്തരത്തിലേക്ക് നാണംകെട്ട തരത്തിലേക്ക് ഈ പറഞ്ഞൊരു അഴിമതിയുടെ രാഷ്ട്രീയം വളരെ വളരെ കുറവായിരുന്നു. VS അച്യുതാനന്ദ സമയത്ത് അന്ന് മൂന്നാറിലൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളും അത് പിന്നീട് അത് വെട്ടിനിരത്തി അത് മൊത്തം ആ ഒരു സിസ്റ്റം തന്നെ പിൻവലിക്കേണ്ടി വന്നതുമല്ല ഈ വിഭാഗീയതയുടെ പിൻബലത്തിൽ തന്നെയായിരുന്നു. അന്ന് പറഞ്ഞു വിട്ട സുരേഷ് കുമാറിനെ പോലുള്ള ആൾക്കാരെ വരെ തിരിച്ചു വിളിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കയറ്റിവിട്ട ബുൾഡോസറെല്ലാം തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. അന്ന് പിണറായി വിജയന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു, VSന് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഈ രീതിയിലുള്ള തമ്മിൽ തല്ല് നടക്കുകയായിരുന്നു. ഈ തമ്മിൽ തല്ല് പരസ്യമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തും പാർട്ടി പ്രവർത്തകർ പറഞ്ഞു ഞങ്ങളൊക്കെ വിഭാഗീയതയൊന്നുമില്ല, ഞങ്ങൾ ആരും വിഭാഗീയമായി ചിന്തിക്കുന്നില്ല. ഇവിടെ പാലോളിയെ മുഖ്യമന്ത്രിയാക്കും എന്നൊരു തീരുമാനം വന്ന സമയത്ത് ഇവിടുത്തെ പാർട്ടിക്കാരെല്ലാം VSന് വേണ്ടി ജാഥ വിളിച്ചവരാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് VSന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും നമ്മുടെ പിണറായി വിജയന് മുർദാബാദ് വിളിക്കുകയും ചെയ്തുകൊണ്ട് കേരളം മുഴുവൻ നടന്ന പാർട്ടി പ്രവർത്തകരെ നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് വിഭാഗീയതയുണ്ട്, വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഓരോ ജില്ലാ ഘടകത്തിലും ഉണ്ട്. നമുക്ക് ആലപ്പുഴ ജില്ലയിലെ സ്ഥിതി അറിയാമല്ലോ. അവിടെ G സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ വെട്ടിനിരത്താൻ വേണ്ടി എന്തെല്ലാം ശ്രമം അവർ നടത്തുന്നുണ്ട്, എന്തെല്ലാം ദുരാരോപണങ്ങൾ G സുധാകരനെതിരെ നടത്തുന്നുണ്ട്. ഈ രീതിയിൽ ഇതെല്ലാം നടന്നു പോരുന്നുണ്ട്. ഇപ്പം മേയർ ആര്യരാജന്റെ കുടുക്കിയതിന്റെ പിന്നിലും ഈ ഒരു വിഭാഗീയത തന്നെയാണ്. അതുപോലെ പലതരത്തിൽ ഈ പുറത്തു കൊണ്ടുവരിക അഴിമതി നടക്കുന്നുണ്ട്. ഈ അഴിമതി എല്ലാ താഴെത്തട്ടിൽ മുതൽ മേളിലെത്തട്ടിൽ വരെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും അഴിമതി നടക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു പാർട്ടിക്കാരൻ തന്നെ വിചാരിക്കണം. തീർച്ചയായും. അല്ലാതെ ഇതൊന്നും അത് തന്നെയാണ് ഇപ്പോൾ കാട്ടാക്കടയിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ആ പ്രിൻസിപ്പലിനെ വളരെയധികം സ്വാധീനിക്കുന്നു. ആ പ്രിൻസിപ്പലിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. വളരെ മോശം പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. കാരണം ഒരു പ്രിൻസിപ്പലിനെ ചുമതല വഹിക്കുന്ന ആ വ്യക്തി കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിനും അറിയാൻ വയ്യാത്തൊരു അധ്യാപകനൊന്നും അല്ലല്ലോ. ജയിക്കാത്ത ഒരാളിനെ ഇങ്ങനൊരു സ്ഥാനത്തേക്ക് അവരോധിക്കാൻ എങ്ങനെ അദ്ദേഹത്തിന് കഴിഞ്ഞു, അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് വളരെയധികം അതിശയം ഉണ്ടാക്കുന്നതാണ്. കാരണം അദ്ദേഹം സെനറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. കുറേയൊക്കെ ഈ സംഘടനാപരമായ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളായിരിക്കും. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ അറിയാവുന്ന ആളാണ്. കാര്യം ഈ സാധനം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് മുക്കാനുള്ള വഴിയുണ്ട്. ഈ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാം. അത് ഈ തെറ്റ് പോയി കഴിഞ്ഞാലും ഈ തെറ്റിനെ അവിടെ ചെല്ലുമ്പോൾ ഇതങ്ങ് ശരിയായി അങ്ങ് കയറി പോകും എന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ട്. മറ്റേ സ്വാധീനവും കിടക്കുന്നു. CPM പോലുള്ള വലിയ രണ്ട് രാഷ്ട്രീയ സംഘടനകൾ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും പിന്തുണ കിടക്കുന്നു. SFIയുടെ സ്വാധീനം എന്തെന്ന് അറിയാത്ത വ്യക്തിയൊന്നുമല്ല. അപ്പോൾ ഇത് നൈസായിട്ട് അങ്ങ് പൊക്കോളും എന്ന് വിചാരിച്ചു പൊക്കോളും. ഇതിങ്ങനെ കയറിപ്പോവും. അവിടെ ചെന്നാലും SFI നേതാവായതുകൊണ്ട് SFIയുടെ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ക്രോസ് ചെക്കിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. ഇതിങ്ങനെ തന്നെ അങ്ങ് പോവും. അങ്ങനെ അവസാനം ഈ വിശാഖ് അവിടേക്ക് UECയിലേക്ക്. എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം ശ്രീനാഥ്, ഒരു പക്ഷേ ഈ വിശാഖ് ചെയർമാൻ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആയെന്ന് വിചാരിക്കുക. ഈ തട്ടിപ്പിലൂടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ എന്തായാലും പത്രത്തിൽ വരും. അദ്ദേഹത്തിന്റെ കുറച്ച് ബ്രീഫെങ്കിലും നമ്മൾ ഒരു സിംഗിൾ കോളത്തിലെങ്കിലും കൊടുക്കും, പത്രത്തിൽ വരും. നമ്മൾ ചാനലുകളും അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് കൊടുക്കും. ഒരു ബൈറ്റ് എടുത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണവും കൊടുത്തു. ഇത് കാണുന്ന ഒരാൾ, അല്ലെങ്കിൽ ഈ കാട്ടാക്കട ഉള്ള വിദ്യാർത്ഥികൾ അന്വേഷിക്കില്ലേ, ഇയാൾ ജയിച്ച ആളല്ലല്ലോ, പിന്നെ എങ്ങനെ ചെയർമാനായി എന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധമുള്ള 1-2 പേരെങ്കിലും കുറഞ്ഞത് കാണില്ലേ? അതൊന്നും പുറത്ത് വരത്തില്ല സാറേ. ഇവർക്ക് ഒരു CPMനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ SFIയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അതീശത്വമുള്ള മേഖലകളിൽ ഇവർ തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. ബാക്കിയുള്ള രാഷ്ട്രീയ കക്ഷികളെല്ലാം വെറുതെ, ഇപ്പൊ KSU ആണെങ്കിൽ പോലും AVP ആണെങ്കിൽ പോലും നമുക്ക് പ്രകടമായ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ സാറേ. ഇപ്പൊ ഈ പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റി തന്നെ, പിന്നെ പാളയത്തെ ക്യാമ്പസ് ആണെങ്കിലും കാര്യവട്ടത്തെ ക്യാമ്പസ് ആണെങ്കിലും എല്ലാ ക്യാമ്പസുകളിലും അവർക്കെല്ലാം കിട്ടുന്ന ഒരു അപ്രമാദിത്വമുണ്ട്. ഈ അപ്രമാദിത്വം അവർ പലതരത്തിലാണ് വിനിയോഗിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തട്ടിപ്പുകൾ പലവിധം നമ്മുടെ ജില്ലകളിലും സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് ഞെട്ടി. അങ്ങനെയല്ലേ ഈ ഒരു തലക്കെട്ട് ആ പത്രത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ നമ്മളുടെ അടക്കമുള്ള വിഷ്വൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇതാണോ നമ്മുടെ ഏതൊരു കാര്യത്തിലും എവിടെയും കടന്നു കയറാൻ ഇടതുപക്ഷം നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണിത്. എവിടെയും കടന്നു കയറുക, ഒരാളെ ഉൾക്കൊള്ളിക്കുന്ന ഇത്രത്തോളം സിമ്പിൾ മെത്തേഡുകൾ ഉപയോഗിക്കാം. ഈ രീതിയിലുള്ള തെറ്റായ ഒരു സന്ദേശമാണ് SFIയെ പോലെ ഒരു സംഘടന ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. കാര്യം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുക, ഇതൊരു എന്താ പറയുക, ഇതിന് ചീറ്റിംഗ് കേസെന്നോ ഫോർജറിന്നോ ഒക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള കേസാണിത്.
ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സന്ദേശം കുട്ടികൾക്കിടയിലേക്ക് വ്യാപരിക്കുന്നു. ഇവർ പിന്നെ ഏത് രീതിയിലാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അഹങ്കരിക്കുക? അവർക്ക് അങ്ങനെ അഹങ്കരിക്കാൻ എന്ത് യോഗ്യതയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? അനഘയെ പോലെ അല്ലെങ്കിൽ ഒരു വിജയിച്ചു വന്ന ഒരാളെ മാറ്റി മറ്റൊരാളെ പ്രതിഷ്ഠിക്കുകയാണ്. വെറും എന്താ പറയാ, വെറും നികൃഷ്ടമായ രാഷ്ട്രീയത്തിലൂടെ ഏതൊരു അധികാര കേന്ദ്രത്തിലേക്കും നുഴഞ്ഞു കയറാൻ നടത്തുന്ന ശ്രമങ്ങൾ, ഇത്തരം ശ്രമങ്ങൾ തന്നെ, ഈ ശ്രമത്തിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ ഒരു നടപടിയെ നമുക്ക് കാണാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഇങ്ങനെ ഈ പാർട്ടി തലത്തിലും അല്ലെങ്കിൽ SFI തലത്തിലും ഈ പ്രിൻസിപ്പലിനെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ പേരിലൊന്നും അവർ നടത്തിയ പോരാ അന്വേഷണം, അങ്ങനെയല്ലേ തോന്നുന്നത്? അത് ഇതൊരു വലിയ ഗൂഢാലോചനയും വലിയൊരു തട്ടിപ്പുമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു അന്വേഷണത്തിലേക്ക് പോയാൽ മറ്റു പലതും പുറത്തു വന്നേക്കും. തീർച്ചയായിട്ടും. അതെ, ഇവിടെ ഈ കേരള യൂണിവേഴ്സിറ്റി മാത്രമായിരിക്കില്ലല്ലോ, കണ്ണൂരായാലും ഈ പിന്നെ MG യൂണിവേഴ്സിറ്റിയിലായാലും കണ്ണൂരാണ്. അതെ, ഇവിടെയൊക്കെ എന്തൊക്കെ നടന്നിട്ടുണ്ടാകാം. അപ്പൊ നമുക്ക് ചിന്തിക്കേണ്ടി വരും, ഇവിടെ നടന്നിട്ടുള്ള നിയമനങ്ങളെല്ലാം നിയമപരമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം. അല്ല, ഒരുപക്ഷെ ഈ വിശാഖ അടക്കമുള്ളവർ ചിന്തിച്ചിട്ടുണ്ടാവും അവിടെയൊക്കെ ഇങ്ങനെ നടന്നല്ലോ, നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് സ്വാധീനിച്ചാൽ എന്താ, നമുക്ക് അവിടുത്തെ വിഭാഗീയതയേക്കാൾ കൂടുതൽ ഇവിടെ വിഭാഗീയത ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് പുറത്തു വരുന്നു. അതെ, അത് അങ്ങനെ ചിന്തിക്കേണ്ടി വരും. പിന്നെ തന്നെയല്ല, ഇനിയിപ്പോ ഇതിനെക്കുറിച്ചൊരു ഇപ്പൊ പാർട്ടി അന്വേഷണം പ്രഖ്യാപനം നടപടി എടുത്തിരിക്കുന്നു. വഹിച്ചിരുന്ന പദവികളിൽ നിന്നെല്ലാം വിശാഖിനെ നീക്കം ചെയ്ത്, ഇത് പാർട്ടി എടുക്കുന്ന ഒരു അടവ് തന്ത്രം മാത്രമാണ്. എന്ത് വിഷയം വന്നാലും ഈ പി ശശിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് പാർട്ടി തല അന്വേഷണം, സംഘടനാതല അന്വേഷണം. പാർട്ടിക്ക് സ്വന്തമായ ഒരു ഈ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു CBI ഗ്രൂപ്പ് ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ശ്രീനാഥ്, ഒരു പക്ഷേ ഇത് പ്രിൻസിപ്പൽ ഒത്തുകളി എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയം 2 ദിവസം കൊണ്ട് വളരെ നിസ്സാരമായി പോകും. ഒരുപക്ഷെ ഇതിനേക്കാൾ അധികം ഇത് ഉയർന്നു വരേണ്ട ഒരു കേസായിരുന്നു. കാര്യം 2-3 ദിവസമായിട്ട് നമ്മളിപ്പോ കർണാടകയുടെ പിന്നാലെ ആയതുകൊണ്ട് അവിടെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവോ ശിവകുമാർ ആവുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്ത് നമ്മളിങ്ങനെ അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നതും പുറത്തു വരുന്നത്. അപ്പോൾ വേണ്ടത്ര ഒരു മാധ്യമ ശ്രദ്ധ ഇപ്പോൾ കിട്ടി വരുന്നതേ ഉള്ളൂ ഈ ഒരു സംഭവത്തിൽ. പക്ഷേ ഇതിനെയും വളരെയധികം ഉയർത്തിക്കൊണ്ട് വരികയും ഇത് നല്ല രീതിയിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും വേണം എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ രീതിയിലുള്ള പ്രവണത ഇനി ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായും ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തൊരു തെറ്റ് തന്നെയാണ് സംഭവിച്ചത്. ആരായാലും ഇവിടെ ഇപ്പോൾ കോൺഗ്രസും CPM-നെയും ഗൂഢാലോചനയാണോ, ഇവർ തമ്മിലുള്ള ഒരു ഗൂഢാലോചനയാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയാണെന്ന് BJP ആരോപിക്കുന്നുണ്ട്. ആരോപണവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് BJP-യുടെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ നടന്ന ഗൂഢാലോചന, എന്താണ് ഇവിടെ നടന്ന ചർച്ച, ഏതു സ്വാധീനത്തിൻ്റെ പേരിലാണ് ഈ പ്രിൻസിപ്പൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട്. അറിയാൻ നമുക്ക് ഓരോ പൗരനും അവകാശമുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇങ്ങനെ ഒരു തട്ടിപ്പിന് പിന്നിൽ, ഇങ്ങനെ ഒരു ആൾമാറാട്ടത്തിന് പിന്നിൽ എന്നുള്ളത് അറിയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമ്മൾ മാധ്യമപ്രവർത്തകർ അടങ്ങിയിരിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ഉറപ്പായും പുറത്തു വരും. അത് പുറത്തു കൊണ്ടുവരും, അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് ചെയ്തവർ തീർച്ചയായും അതിൽ ശിക്ഷിക്കപ്പെടണം. അതെ, ക്രിമിനൽ ഗൂഢാലോചനയാണെന്നുള്ള കാര്യം കൃത്യമായി വിമർശനങ്ങളിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ അധ്യാപകനെ, കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ ഒരു നേതാവാണ് ഈ പ്രിൻസിപ്പലായി ചുമതലയുള്ള ആൾ. അദ്ദേഹത്തിനെതിരെ ആ സംഘടന തന്നെ നടപടിയെടുത്തു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ നിശ്ചിതമായി അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിൽ ഇനി എങ്ങനെ പോകും, ആർക്ക് പിടി വീഴുമെന്നുള്ളത് നമുക്ക് വരുന്ന വഴിയെ കാണാം. തീർച്ചയായും. ഇന്നത്തെ ചീഫ് എഡിറ്റേഴ്സ് കോളം പൂർണ്ണമാകുന്നു. നമസ്കാരം.